എനിക്ക് ഏറ്റവും പ്രിയങ്കരായ എൻ്റെ LPST UPST ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ സംഘടനയെക്കുറിച്ചാണ്. 150 വർഷത്തിലധികം ബ്രിട്ടീഷ് അധിനിവേശത്തിന് കീഴിൽ അടിമകളായി ജീവിക്കേണ്ടി വന്ന ഒരു ഇന്ത്യൻ ജനവിഭാഗത്തിന് ശക്തിയും ബോധവും ഐക്യത്തിൻ്റെ പ്രാധാന്യവും കാണിച്ചു കൊടുത്ത ഒരു ദേശീയ സംഘടന. LPST UPST പരീക്ഷകൾക്ക് ചരിത്ര വിഭാഗത്തിൽ നിന്നും ഇന്ത്യ ചരിത്രത്തിൽ നിന്നും 1 മാർക്ക് വാങ്ങിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്. ആ ടോപ്പിക്കിനെ നൂലിഴ കീറി പരിശോധിക്കാൻ നമ്മൾ പോവുകയാണ്. ടോപ്പിക്കിന്റെ പേര് മറക്കണ്ട, INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കറിയാം, നിരവധി പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷൻസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. 1836 മുതൽ 1885 വരെ നിരവധിയായിട്ടുള്ള സംഘടനകൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പ്രാദേശികമായിട്ടുള്ള പ്രൊവിൻഷ്യൽ ഓർഗനൈസേഷൻസ് മാത്രമായി ചുരുങ്ങുകയായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഒരു ദേശീയമായ ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയും അതിന് കാരണക്കാരനാവുകയും ചെയ്തത് ഒരു ബ്രിട്ടീഷുകാരനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ആ ബ്രിട്ടീഷുകാരന്റെ മനോഭാവവും അയാളുടെ ലക്ഷ്യവും എന്തായിരുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളെ ഞാൻ ചരിത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വർഷം 1884. 1884 അലൻ ഒക്ടേവിയൻ ഹ്യൂം അഥവാ നമ്മൾ A.O. ഹ്യൂം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആയിരുന്നു. ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന അലൻ ഒക്ടേവിയൻ ഹ്യൂം 1884 ഒരു രാഷ്ട്രീയ സംഘടന സ്ഥാപിച്ചു. ആ രാഷ്ട്രീയ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ, ചുരുക്കത്തിൽ INU എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന 1884 രൂപീകരിച്ചത് A.O. ഹ്യൂം ആണ്, അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ അഭിപ്രായമല്ല, ഇത് ചരിത്രകാരന്മാരുടെ അഭിപ്രായമാണ്. എന്തിനാണ് A.O. ഹ്യൂം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചതെന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്കിടയിൽ രാഷ്ട്രീയ സംഭാഷണത്തിനുള്ള ഒരു വേദി സൃഷ്ടിക്കുന്നതിനായിട്ട്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളുടെ അവകാശം പൊളിറ്റിക്സ് ആണ്, അവരുടെ സ്വാതന്ത്ര്യം പൊളിറ്റിക്സ് ആണ്, ദാറ്റ് മീൻസ് രാഷ്ട്രീയമാണ്. ഇന്ത്യ ബ്രിട്ടന്റെ ഒരു കോളനിയായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്, അത് ഓർത്തു വെക്കുക. ആ കാലഘട്ടത്തിൽ അവകാശത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുള്ള വസ്തുതാപരമായ മനോഭാവമുള്ള ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ, അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു വേദി, ഒരു സംഘടനാ രൂപത്തിലൂടെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് 1884 ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആയിട്ടുള്ള അലൻ ഒക്ടേവിയൻ ഹ്യൂം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ സംഘടനയെ വിശേഷിപ്പിക്കുന്നത്, ഈ സംഘടനയാണ് എന്തായിട്ട് ദ പ്രിഡിസസർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്ന സംഘടന ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1884 A.O. ഹ്യൂം സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവെച്ചേക്കുക. അപ്പോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താ? ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയ സംഭാഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വേദിയായിട്ട് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന ഓർഗനൈസേഷനെ മുന്നോട്ട് വെച്ചത് ഒരു ബ്രിട്ടീഷുകാരനാണ്, ഒരു ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് അലൻ ഒക്ടേവിയൻ ഹ്യൂം, A.O. ഹ്യൂം എന്നാണ്. ഈ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്നത്. INCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് INU. ഇനി ഇത് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ മറ്റൊരു അസോസിയേഷനെ നമുക്ക് ചേർക്കാം. കാരണം ആ അസോസിയേഷൻ പിന്നീട് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗഭാക്കായത് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഓർഗനൈസേഷന്റെ പേരാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ പ്രസ്ഥാന രംഗവുമായി നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. 1876
കൃത്യമായി പറഞ്ഞാൽ വർഷം 1876 കൊൽക്കത്ത ആസ്ഥാനമാക്കി ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ മോഹൻ ബോസ് എന്നിവർ ചേർന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻഗാമി എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ ഓപ്ഷനിൽ ഇല്ല എങ്കിൽ പകരം ഇത് ഉത്തരമായി നിങ്ങൾക്ക് എഴുതാം ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ ഒരു സംഘടനയാണ്, ഇന്ത്യയിൽ ഒരു കാലത്ത് പ്രവർത്തിച്ച ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. അത് ഇന്ത്യ ചരിത്രത്തിൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ 1876 സ്ഥാപിക്കപ്പെട്ട ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകരാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുക. അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു സംഘടന കടന്നു വരും. 1866 കൊൽക്കത്ത ആസ്ഥാനമായി രൂപം കൊണ്ട ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയുടെ സ്ഥാപകൻ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ അസോസിയേഷനും ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും നിങ്ങൾക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അതൊന്ന് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമാണ്. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന ഒക്ടോവിയൻ ഹ്യൂം സ്ഥാപിച്ചു എങ്കിലും അദ്ദേഹം വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം സാധാരണഗതിയിൽ ചരിത്രകാരന്മാർ പറയുന്നത് പോസിറ്റീവായിട്ടാണ്. ഇന്ത്യക്കാർക്ക് ഒരു ദേശീയ സംഘടന, ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ ഉന്നയിക്കാനും അഭിപ്രായങ്ങൾ പറയാനും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താനും അത് സംഘടിപ്പിക്കാനും ആശയങ്ങൾ അത് പ്രാവർത്തികമാക്കാനും അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരെയും ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരോട് ചേർത്ത് നിർത്താനും വേണ്ടിയായിരുന്നു അലൻ ഒക്ടോവിയൻ ഹ്യൂം ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത്. ഇത് മാത്രം കൊണ്ട് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം 1885 കൃത്യമായി പറഞ്ഞാൽ 1885 ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഇദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയാണ്. ആ പ്രബന്ധം അല്ലെങ്കിൽ ആർട്ടിക്കിളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ബ്രിട്ടന്റെ ഒരു കോളനിയെ അനുകൂലിക്കുന്ന രാഷ്ട്രീയക്കാർക്ക്, അവിടെ മത്സരത്തിന് നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്ക് സമർപ്പിക്കാൻ വേണ്ടി ബ്രിട്ടനിലെ ഇന്ത്യക്കാരും ഇന്ത്യയിലെ ഇന്ത്യക്കാരും A.O. ഹ്യൂമും ചേർന്ന് തയ്യാറാക്കിയ അതിനെ പറയുന്ന പേരാണ് ആൻ അപ്പീൽ ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. 1885 A.O. ഹ്യൂമും വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാരും ചേർന്ന് ഗ്രേറ്റ് ബ്രിട്ടനിലെയും അയർലൻഡിലെയും ഇലക്ടർമാർക്ക് ആൻ അപ്പീൽ ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചു. ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1885 പൊതു തെരഞ്ഞെടുപ്പിൽ ബ്രിട്ടീഷ് വോട്ടർമാരോട് ഇന്ത്യൻ ലക്ഷ്യങ്ങളോട് അനുഭാവം പുലർത്തുന്ന സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ ഈ അപ്പീൽ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. 1885 A.O. ഹ്യൂമും വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാരും ചേർന്ന് തയ്യാറാക്കിയ ആൻ അപ്പീൽ ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണവും പരാജയത്തിലേക്ക് നീങ്ങുന്നു, സമ്പൂർണ്ണ പരാജയത്തിലേക്ക് നീങ്ങുന്നു. അതും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ തുടങ്ങി. അത് തുടക്കത്തിൽ വലിയ രീതിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് മങ്ങലേറ്റിരിക്കുന്നു. ബ്രിട്ടനിലെ ഇടപെടലിനും മങ്ങലേറ്റിരിക്കുന്നു. തദവസരത്തിലാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്ന ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള, ഇന്ത്യയുടെ വന്ധ്യവയോധികനായിട്ടുള്ള, വളരെ പ്രഗത്ഭനും പ്രസിദ്ധനുമായിട്ടുള്ള, ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ദാദാഭായ് നവറോജി ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. 1884 തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പ്രസ്ഥാനത്തിന് ഒരു പേര് കൊടുക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പുനർനാമകരണം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ INUന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നാമനിർദ്ദേശം നടത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല, അത് ദാദാഭായ് നവറോജിയാണ്. എന്തുകൊണ്ടാണ് ദാദാഭായ് നവറോജി കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂട്ടം എന്ന് പറയുന്ന, കോൺഗ്രസ് എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയമാണ്. കൂട്ടം എന്ന് പറയുന്ന അമേരിക്കൻ ഐക്യനാടുകളിലെ രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ നിന്നാണ് കോൺഗ്രസ് എന്ന പദം പ്രചോദനം ഉൾക്കൊണ്ടത്. സ്വാഭാവികമായിട്ടും ഇത് ദേശീയ ഐക്യം വളർത്തുന്നതിനും മതം, ജാതി, പ്രദേശം എന്നിവയുടെ തടസ്സങ്ങൾ തകർക്കുന്നതിനും ലക്ഷ്യമിട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന 1885 INU ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് മാറുന്ന സമയത്ത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഭാഷയുടെയോ
വേഷഭൂഷ വിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ വേർതിരിക്കാതെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ദേശീയ ബോധത്തിന്റെ അടിയിൽ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിന്ന് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായിട്ടുള്ള ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്നും തുരത്തുന്നതിന് വേണ്ടിയുള്ള ദേശീയ പ്രസ്ഥാനമായി, ഒരു സമാധാന പ്രസ്ഥാനമായി, ഒരു മിതവാദി പ്രസ്ഥാനമായി ഉണരുവാൻ വേണ്ടിയാണ് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച് പ്രവർത്തനം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുന്നു. ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉണ്ടാകാം. വിമർശനങ്ങളെ വിമർശനങ്ങളായിട്ട് തന്നെ നേരിടേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സിദ്ധാന്തമാണ് സുരക്ഷാ വാൾവ് സിദ്ധാന്തം എന്ന് പറയുന്നത്. സുരക്ഷാ വാൾവ് സിദ്ധാന്തം, അതായത് സേഫ്റ്റി വാൾവ് തിയറി എന്ന് പറയുന്നത്, സുരക്ഷാ വാൾവ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ.ഒ. ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിനെ വിമർശനാത്മകമായ രീതിയിൽ 1916 തന്റെ പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ച് വിമർശിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പഞ്ചാബ് സിംഹമായിട്ടുള്ള ലാല ലജ്പത് റോയ്. കഥയിലേക്ക്, ചരിത്രത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി കടക്കാം. എന്താണ് സുരക്ഷാ വാൾവ്? നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും നേരിട്ട ആദ്യത്തെ ശക്തമായ എതിർപ്പ്, ദേശീയ എതിർപ്പ് എന്ന് പറയുന്നത് നിരവധി നാട്ടുരാജാക്കന്മാരും നമ്മുടെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബഹദൂർ ഷാ സെക്കൻഡും എല്ലാം ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ ആക്രമിച്ച ശക്തമായ പോരാട്ടം നടത്തിയ 1857 വിപ്ലവം. 1857 ആ വിപ്ലവത്തോടു കൂടി ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി: ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്നാൽ അധികകാലം നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്ന്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായിട്ട്, ഒരു സമാധാന ഇടപെടലിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഇരു ചേരികൾക്കും വലിയ പ്രശ്നമില്ലാതെ സമാധാനപരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു താത്വികമായിട്ടുള്ള സൈദ്ധാന്തിക കാഴ്ചപ്പാടാണ് സുരക്ഷാ വാൾവ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ കൃത്യമായി ഓർത്തു വെക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചരിത്ര സിദ്ധാന്തം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുരക്ഷാ വാൾവ് സിദ്ധാന്തമാണ്. ഈ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട്, പ്രക്ഷോഭങ്ങളിലേക്ക് പോകാതെ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുമായി സംവദിക്കാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടായതുകൊണ്ടാണ് ഇത് സുരക്ഷാ വാൾവ് സിദ്ധാന്തം എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച സേഫ്റ്റി വാൾവ് സിദ്ധാന്തം രൂപപ്പെടുത്തിയത് ലാല ലജ്പത് റോയ് ആണ്. 1916 പുറത്തിറങ്ങിയ യങ് ഇന്ത്യ എന്ന തന്റെ പുസ്തകത്തിൽ വളർന്നു വരുന്ന ഇന്ത്യൻ അസംതൃപ്തി ഇല്ലാതാക്കുന്നതിനും അക്രമാസക്തമായ പ്രക്ഷോഭം തടയുന്നതിനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായിട്ടുള്ള എ.ഒ. ഹ്യൂമും ലോർഡ് ഡഫറിൻ പോലുള്ളവർ INCയെ പിന്തുണച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പുസ്തകത്തിന്റെ പേര് യങ് ഇന്ത്യ എന്നാണ്. വ്യക്തിയുടെ പേര് ലാല ലജ്പത് റോയ് എന്നാണ്. വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1916. ഇനി ഈ സുരക്ഷാ വാൾവ് സിദ്ധാന്തത്തെ കുറിച്ച് പ്രശസ്ത ചരിത്രകാരനായിട്ടുള്ള ബിപിൻ ചന്ദ്രയുടെ അഭിപ്രായം കൂടി നിങ്ങൾക്കൊന്ന് കേൾക്കാം. പ്രശസ്ത ചരിത്രകാരനായിട്ടുള്ള ബിപിൻ ചന്ദ്രയുടെ അഭിപ്രായത്തിൽ ബിപിൻ ചന്ദ്ര ഈ സിദ്ധാന്തത്തെ ഒരു കെട്ടുകഥ, ഒരു മിത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. ചരിത്രത്തിന്റെ നാൾവഴിയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവും അതിനു നേരെയുള്ള വിമർശനങ്ങളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്. ഒരു കോൺസ്പിറസി തിയറി എന്ന് പറയും, ഗൂഢാലോചന സിദ്ധാന്തം. റയറസ്റ്റ് ഫാക്ടുകളാണ്. പുതിയ ചോദ്യങ്ങൾ തപ്പുന്ന PSCയെ അതിനു മുമ്പേ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്കുകളും കണ്ടെത്തുന്ന നോട്ടുകളിലൂടെയുമാണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഗൂഢാലോചന സിദ്ധാന്തം? സുരക്ഷാ വാൾവ് എന്ന ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായി നാം കണക്കാക്കുന്നത് രജനി പാംദത്തിനെയാണ്. രജനി പാംദത്തിന്റെ ഈ കോൺസ്പിറസി തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്കാരെ ഒതുക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ എ.ഒ. ഹ്യൂമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. അതൊരു ഗൂഢാലോചനയാണ് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് കോൺസ്പിറസി തിയറി റിലേറ്റഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജനി പാംദത്താണ്. മറ്റൊരു തിയറി കൂടി പറയുന്നു, മിന്നൽ ചാലക സിദ്ധാന്തം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായും സാമ്പത്തികമായും തങ്ങളുടെ ആവശ്യങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഒരു ദേശീയ സ്ഥാപനം രൂപീകരിക്കാനുള്ള രാഷ്ട്രീയ ബോധമുള്ള ഇന്ത്യക്കാരുടെ അഭിലാഷത്തിന്റെ പ്രകടനമാണ്
INC എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണ ഗോഖലെ മിന്നൽ ചാലക സിദ്ധാന്തം മുന്നോട്ട് വെച്ച് INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വാൾവ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ലാലാ ലജ്പത് റോയി ആണ് എങ്കിൽ അതുപോലെ തന്നെ പാംദത്താണ് ഗൂഢാലോചന സിദ്ധാന്തം മുന്നോട്ട് വെച്ചതെങ്കിൽ മിന്നൽ ചാലക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ് ആണ് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചില വിശേഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംഘടന ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് കാരണമായ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 1885 ഡിസംബർ മാസം 28-ാം തീയതിയാണ് INC രൂപീകൃതമാകുന്നത്. 1888 ഡിസംബർ മാസം 28-ാം തീയതിയാണ് INC രൂപീകരിക്കുന്നത്. 1885 ഡിസംബർ 22 അറിഞ്ഞുകൂടാത്ത ഉദ്യോഗാർത്ഥികൾ ചുരുക്കമാണ്. 1888-85 ഡിസംബർ 28 രൂപീകരിച്ച ഈ ഒരു പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മിതവാദി പ്രസ്ഥാനമാണ്. ഇതൊരിക്കലും എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് അല്ല. എക്സ്ട്രീമിസ്റ്റുകൾ ഇതിനകത്ത് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു മോഡറേറ്റ് മൂവ്മെന്റ് ആണ്, ഒരു മോഡറേറ്റ് ഓർഗനൈസേഷൻ ആണ്. It is a moderate organization. It was a moderate organization. 1885 ഡിസംബർ 28 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇതിന്റെ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. സോ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. INCയുടെ പിതാവായിട്ടും കണക്കാക്കപ്പെടുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് അലൻ ഒക്ടേവിയൻ ഹ്യൂമിനെയാണ്. അതിന്റെ സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്നത് അലൻ ഒക്ടേവിയൻ ഹ്യൂമിനെയാണ്. 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചതും അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. ഇദ്ദേഹത്തെ ഇന്ത്യൻ ഓർണിത്തോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പക്ഷിശാസ്ത്രമാണ്. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് A.O. ഹ്യൂമൻ ആണ്. ഈ പറയുന്ന INCയുടെ ആദ്യത്തെ പെർഫോമിംഗ് സെക്രട്ടറിയും A.O. ഹ്യൂമാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പത്രമുണ്ട്. ഇദ്ദേഹത്തിന്റെ പത്രമാണ് ലോക് മിത്ര. 1859 അലൻ ഒക്ടേവിയൻ ഹ്യൂം കൗർ ലാച്ച്മാൻ സിംഗിനൊപ്പം സ്ഥാപിച്ച ഒരു ഹിന്ദി ആനുകാലിക പത്രം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ആനുകാലിക പത്രമാണ് ലോക് മിത്ര ജനങ്ങളുടെ സുഹൃത്ത് എന്നാണ് അതിനർത്ഥം. ലോക് മിത്ര അത് ആരൊക്കെ ചേർന്നാണ് രൂപീകരിച്ചത്? അലൻ ഒക്ടേവിയൻ ഹ്യൂമും കൗർ ലച്ച്മാൻ സിംഗിനോടൊപ്പം രൂപീകരിച്ച പത്രമാണ്. മക്കളെ, ഇത് ഇൻട്രൊഡക്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. INC എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക സ്വാധീനം, നെടുനായകത്വം വഹിച്ച രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയുടെ ദേശീയതയുടെ ചിഹ്നമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ മുന്നോട്ട് വെക്കാൻ സ്വാതന്ത്ര്യ സമരത്തിൽ കഴിയുമെങ്കിൽ അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അങ്ങനെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് WC ബാനർജി. WC ബാനർജി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ മറക്കാൻ പാടില്ല. INCയുടെ ആദ്യ സെക്രട്ടറി A. ഹ്യൂമാണ്. INCയുടെ സ്ഥാപകൻ A.O. ഹ്യൂമാണ്. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. അദ്ദേഹം തങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന INCയുടെ ലക്ഷ്യങ്ങൾ കൃത്യമായും എണ്ണി പറഞ്ഞു. 1, രാജ്യവാസികൾക്കിടയിൽ വ്യക്തിപരമായ അടുപ്പവും സൗഹൃദവും പ്രോത്സാഹിപ്പിക്കൽ. 2, വംശം, മതം അല്ലെങ്കിൽ പ്രവിശ്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ മുൻവിധികളും ഇല്ലാതാക്കൽ. 3, ദേശീയ ഐക്യത്തിന്റെ വികാരങ്ങളുടെ ഏകീകരണം. 4, ഇന്നത്തെ അടിയന്തര പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിദ്യാഭ്യാസ സമ്പന്നരായ വിഭാഗങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൽ. ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ടല്ലേ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടുമായി ബന്ധപ്പെട്ട്, അതിനു മുമ്പ് വന്ന ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട്, അതിനു മുമ്പ് വന്ന ഓഗസ്റ്റ് ഓഫറുമായി ബന്ധപ്പെട്ട്, അതിനു മുമ്പ് വന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട്, അതിനു മുമ്പ് വന്ന പൂനെ പാക്ടുമായി ബന്ധപ്പെട്ട്, അതിനു മുമ്പ് വന്ന 1919 ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട്, 1927 സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട്, ഈ പറയപ്പെട്ട എല്ലാ സംഭവങ്ങളിലും മുന്നോട്ട് വന്ന ദേശീയ ഐക്യത്തെ തകർക്കുന്ന എല്ലാത്തിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർക്കാൻ കാരണം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്റെ ഏറ്റവും പുതിയ ബാച്ച്, 9ാമത്തെ ബാച്ച്, LPUP ഗോൾഡ് ബാച്ച് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈ പറഞ്ഞ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യോളജി, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ്, മലയാളം, പെഡഗോജി, അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ്, ഇനി എല്ലാമായ സൈക്കോളജിയും ഫിലോസഫിയും എല്ലാം എന്റെ സ്പെഷ്യൽ നോട്ടിലും സ്പെഷ്യൽ OMRലും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് മീ മീറ്റ് അഗൈൻ. താങ്ക് യു.